ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്ന് 1ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന ചെറിയ യൂണിറ്റാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ മക്കളെ, ആദ്യം യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, ഒരു ചിത്രം അവിടെ തന്നിട്ടുണ്ട് അല്ലേ? മക്കൾക്ക് എന്തൊക്കെയാ ചിത്രത്തിൽ കാണാനാവുന്നുണ്ട്? ഒരു ബ്ലൂ ബസ് ഉണ്ട് അല്ലേ, ഒരു നീല നിറത്തിലുള്ള ബസ്സുണ്ട്, ഒരു റെഡ് കാറുണ്ട്, ചുവന്ന നിറത്തിലുള്ള ഒരു കാറുണ്ട്. രണ്ടും റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലൂ ബസ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്, എതിരായിട്ടാണ്, ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എതിരെ അല്ലേ, എതിരെയായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ റെഡ് കാറ് വരുന്നത്. പിന്നെ നമുക്ക് ആ പിക്ചറിൽ ഒരുപാട് ട്രീസ് കാണാം. ട്രീ എന്ന് വെച്ചാൽ എന്താ മക്കളെ? മരങ്ങൾ കാണാം. അതുപോലെ ഹെന്നുണ്ട്, അവിടെ കോഴിയുണ്ട്. പിന്നെയോ മൗസ് കാണാം അല്ലേ, മൗസ് ഉണ്ട്, അല്ലെങ്കിൽ റാറ്റ് ഉണ്ട്. റാറ്റ് എന്ന് വെച്ചാൽ എലിയെ നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ അവിടെ ഒരു മരത്തിന് പിന്നിലായിട്ട് ഒരാൾ ഉറങ്ങുന്നത് കാണാം. അതാരാണ്? കണ്ടിട്ടൊരു ബെയറാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ് 1 to 4 ഇൻ ബീഹൈവ്. ബീഹൈവ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കൊരു വർക്ക് ബുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? ആ വർക്ക് ബുക്കിലുള്ള 1 മുതൽ 4 വരെയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ മക്കളെ? ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 1, ലെറ്റ് us കളർ ദ പിക്ചർ. നമുക്കവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതൊരു ബസ്സിൻ്റെ പിക്ചറാണല്ലേ, ബസ്സിൻ്റെ ചിത്രമാണ്. ആ പിക്ചറിനെ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ഈ ബസ്സിന് കൊടുക്കാം. വർണ്ണശബളമാക്കണമെങ്കിൽ ഒരുപാട് നിറങ്ങൾ ചേർത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം. ബ്ലൂവോ റെഡോ യെല്ലോയോ ഏത് കളറാണോ അത് വേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് അതിന് താഴെ ഒരു ചെറിയ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ദിസ് ഈസ് എ ഡാഷ്. ദിസ് എന്ന് വെച്ചാൽ ഇത്, ദിസ് ഈസ് എ ഇതൊരു എന്താണ്? ബസ്സാണ്, ബസ്. ദിസ് ഈസ് എ ബസ്. ബസ് എന്ന് വെച്ചാൽ BUS, സ്പെല്ലിംഗ് എന്താ? BUS. ദിസ് ഈസ് എ ബസ്. ഓക്കെ, ഇതൊരു ബസ്സാണ്. ആക്ടിവിറ്റി 2. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ. വാട്ട് എന്ന് വെച്ചാൽ എന്ത്, വാട്ട് ഈസ് ഹൈഡിങ്. ഹൈഡിങ് എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഹൈഡിങ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ, ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്താണ്? കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. നമുക്കവിടെ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. ഷേപ്പുകളാണല്ലേ, ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഷേപ്പുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ആ ഡോട്ട് ഇട്ടിട്ടുള്ള ആ ഷേപ്പുകളിൽ കുറച്ചെണ്ണത്തിന് കുത്തുകൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ആ കുത്തുകൾ ഇട്ടിട്ടുള്ള ഷേപ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. കളർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നോക്കിക്കേ, മാം ഇവിടെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ദിസ് ഈസ് എ. എന്താണ് ദിസ് ഈസ് എ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു എന്താണ് കളർ കൊടുത്തപ്പോൾ? ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. CAR എന്നാണ് കാറിൻ്റെ സ്പെല്ലിങ്. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്, കളർ ദം ടു. നമുക്ക് ഇവിടെ കുറച്ച് വെഹിക്കിൾ എന്ന് വെച്ചാൽ വാഹനം, വണ്ടികൾ. ഇവിടെ നമുക്ക് കുറച്ച് വാഹനങ്ങൾ അല്ലെങ്കിൽ വണ്ടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കളർ ദം ടു. അതിനെയും എന്ത് ചെയ്യണം? കളർ ചെയ്ത് കൊടുക്കണം, കളർ ചെയ്യണം, നിറം കൊടുക്കണം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം ഈ വെഹിക്കിൾസിന് കൊടുക്കാം. ഇവിടെ വെഹിക്കിൾസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മാറാതെ നിറങ്ങളെല്ലാം കൊടുത്തു നോക്കണേ. ഇനി അതിന് താഴെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക്.
ശരി അടയാളം ഇടണം. എങ്ങനെ? എഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പിക്ചർ. ഏത് വാഹനങ്ങൾക്കാണ് ശരി ഇടേണ്ടത്? യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പിക്ചർ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ഏതൊക്കെ വാഹനങ്ങൾ തന്നിട്ടുണ്ടോ, ഏതൊക്കെ വാഹനങ്ങളെ അറിയാമോ, ആ വാഹനങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. താഴെ നമുക്ക് കുറച്ച് വാഹനങ്ങളുടെ നെയിം തന്നിട്ടുണ്ട്. ആ നെയിമിന് നേരെ നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബസ്സാണ് ആദ്യത്തെ വാഹനം. അപ്പോൾ ബസ് എന്നുള്ള വെഹിക്കിൾ നമുക്കിവിടെ ഉണ്ട് അല്ലേ, പിക്ചറിലുണ്ട്. സോ ബസ്സിന് നേരെ ടിക്ക് മാർക്ക് ഇടാം. ബൈസിക്കിൾ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സൈക്കിള്. ഓക്കെ, സൈക്കിളുണ്ട്, സൈക്കിളിന് ടിക്ക് മാർക്ക് ഇടാം. സ്കൂട്ടർ ഉണ്ട്, ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. ട്രെയിൻ ഉണ്ടോ മക്കളെ ഈ പിക്ചറിൽ? തീവണ്ടി ഉണ്ടോ? ഇല്ല, അപ്പോൾ ടിക്ക് മാർക്ക് ഇടേണ്ടതില്ല. എയ്റോപ്ലെയിൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ, വിമാനം ഉണ്ടോ? ഇല്ല. ജീപ്പ് ഉണ്ട്, ഇവിടെ ജീപ്പുണ്ട്, അപ്പോൾ ജീപ്പിന് ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. മോട്ടോർ ബൈക്ക് ഉണ്ട് അല്ലേ, മുകളിലായിട്ട് മോട്ടോർ ബൈക്ക് ഉണ്ട്, മോട്ടോർ ബൈക്കിന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. ഓട്ടോറിക്ഷയും ഉണ്ട്, ടിക്ക് മാർക്ക് ഇടാം. കാറുണ്ടോ മക്കളെ ഈ പിക്ചറിൽ? കാറില്ല അല്ലേ, അപ്പോൾ ടിക്ക് മാർക്ക് ഇടേണ്ടതില്ല. ലോറിയും ഇല്ല, അതുകൊണ്ട് ടിക്ക് മാർക്ക് ഇടേണ്ട. അടുത്തത് ബോട്ടും ഇല്ല അല്ലേ, ഈ ചിത്രത്തിൽ ബോട്ടില്ല. അടുത്തതായിട്ട് വാനുണ്ട് അല്ലേ, അപ്പോൾ വാൻ ഈ പിക്ചറിലുണ്ട്, അപ്പോൾ അതിനും നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മോട് ആക്ടിവിറ്റി 4 കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആക്ടിവിറ്റി 4 എന്താണ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് വെഹിക്കിൾ? ഫേവറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതെൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? ബസ്സാണോ, കാറാണോ, ഓട്ടോറിക്ഷയാണോ, ബൈക്കാണോ, സൈക്കിളാണോ, ട്രെയിനാണോ, എയ്റോപ്ലെയിനാണോ, ഹെലികോപ്റ്ററാണോ, ബോട്ടാണോ, ഷിപ്പാണോ? അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് പറയാം. എന്നിട്ടോ ഡ്രോ ആൻഡ് കളർ ഇറ്റ്. പറഞ്ഞാൽ മാത്രം പോരാ, ആ പിക്ചർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെഹിക്കിളിൻ്റെ പിക്ചർ ഇവിടെ വരച്ചിട്ട് മനോഹരമായ കളർ കൊടുക്കുകയും വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ആ ഡോട്ടിൽ എന്താണ് എഴുതേണ്ടത്? ദിസ് ഈസ് ഇതെന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെഹിക്കിൾ ഏതാണ്? ആ വെഹിക്കിളിൻ്റെ പേരാണ് എഴുതേണ്ടത്. നിങ്ങൾ വരച്ച വെഹിക്കിളിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ് കൂടെ കൂട്ടിച്ചേർക്കാം. ആ വെഹിക്കിളിൻ്റെ നിറം എന്താണോ അത് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മാം ഇവിടെ എടുത്തിട്ടുള്ള എന്താണ്? ഒരു കാറാണ്. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. ദിസ് ഈസ് എ ബ്ലൂ കാർ. ഇതൊരു നീല നിറത്തിലുള്ള കാറാണ്. കണ്ടോ, ബ്ലൂ നിറമല്ലേ, ബ്ലൂ കളറല്ലേ. ദിസ് ഈസ് എ ബ്ലൂ കാർ. ഇതൊരു നീല നിറത്തിലുള്ള കാറാണ്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ എഴുതി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടു അല്ലേ, ഒരു ബ്ലൂ ബസ്സും ഒരു റെഡ് കാറും വരുന്നത്. ഇനി അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ബസ്സിൻ്റെ ചിത്രം മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. ബസ്സിനെ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ എഴുതി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തെ നിങ്ങൾക്ക് വായിക്കാൻ അറിയും, നമ്മൾ നേരത്തെ തന്നെ വായിച്ചു. ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്. എങ്ങനെയുള്ള ബസ്സാണ്? എ ബ്ലൂ ബസ്. ഒരു ബ്ലൂ എന്ന് വെച്ചാൽ നീല അല്ലേ, നീല ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്. എങ്ങനെയാണ്? ദ ബസ് ഈസ് ബിഗ്. ബസ് എങ്ങനെയാണ്? ബിഗ് ആണ്. ബിഗ് എന്ന് വെച്ചാൽ എന്താണ്? വലുത്. ബിഗ് എന്ന് വെച്ചാൽ വലുതാണ്. അപ്പോൾ ഈ ബസ് എന്താണ്? വലുതാണ്. താഴെ തന്നെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ഈ ബസ്സിൻ്റെ കളർ എന്താണ്? നിറം എന്താണ്? ദിസ് ഈസ് എ ബ്ലൂ ബസ് അല്ലേ, ഇതൊരു നീല ബസ്സാണ്. ബ്ലൂ കളർ ബസ്സാണ്. അല്ലെങ്കിൽ ബ്ലൂ എന്ന് മാത്രം എഴുതിയാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ബസ്സിനെ കണ്ടു. ഇനി നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന കാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. കാറിൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. എങ്ങനെയുള്ള കാറാണ്? എ റെഡ് കാർ. റെഡ് കളറാണ്, ചുവന്ന നിറത്തിലുള്ള കാറാണ്. എ റെഡ് കാർ, ഒരു ചുവപ്പ് കാറാണ്. ദ കാർ ഈസ് സ്മോൾ. കാർ എന്താണ്? സ്മോൾ ആണ്, ചെറുതാണ്. അപ്പോൾ ബസ് എന്തായിരുന്നു മക്കളെ? ബസ് ബിഗ് ആയിരുന്നു, വലുതായിരുന്നു. കാർ സ്മോൾ ആണ്, ചെറുതാണ്. അപ്പോൾ ബിഗ് എന്ന് വെച്ചാൽ വലുത്, സ്മോൾ എന്ന് വെച്ചാൽ ചെറുത്.
താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? കാറിൻ്റെ കളർ എന്താണ്? റെഡ് ആണല്ലേ. ദിസ് ഈസ് എ റെഡ് കാർ. ഇതൊരു ചുവന്ന നിറത്തിലുള്ള കാറാണ്, അല്ലെങ്കിൽ റെഡ് എന്ന് മാത്രം എഴുതിയാലും മതി. അതിന് താഴെ നോക്കൂ. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 5. ഇനി നമുക്ക് നമ്മുടെ ബിഹൈവ് എന്ന് പറയുന്ന വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി 5 ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി 5 എന്താണ് മക്കളെ? ലെറ്റസ് മാച്ച് സ്യൂട്ടബ്ലി. യോജിക്കുന്ന രീതിയിൽ ചേരുന്ന വിധത്തിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. ഇവിടെ നമുക്ക് താഴെ 4 വെഹിക്കിൾസിൻ്റെ 4 വാഹനങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ പേരുകളും തന്നിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ടല്ല തന്നിട്ടുള്ളത്. അതായത് ചിത്രത്തിന് നേരെയല്ല ആ വെഹിക്കിളിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ചിത്രം നോക്കിയിട്ട് ആ ചിത്രത്തിലുള്ള വെഹിക്കിൾ ഏതാണോ ആ വെഹിക്കിളിൻ്റെ പേരിന് നേരെ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റെഡ് സ്കൂട്ടർ, ചുവന്ന നിറത്തിലുള്ള സ്കൂട്ടർ, അതിന് നേരെ വരച്ചിട്ടുണ്ട്. സെക്കൻഡ് നോക്കൂ. ബ്ലൂ മോട്ടോർ ബൈക്ക്, നീല നിറത്തിലുള്ള മോട്ടോർ ബൈക്ക് ഏതാണ്? താഴെയാണല്ലേ. താഴെ കാണുന്ന ഈ ചിത്രമാണ്, അങ്ങോട്ട് വരച്ചു കൊടുക്കാം. തേർഡ് ഗ്രീൻ ജീപ്പ്, പച്ച നിറത്തിലുള്ള ജീപ്പ് ഏതാണ്? ഏറ്റവും മുകളിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അവസാനത്തേത് ബ്ലാക്ക് ബൈസിക്കിൾ, കറുത്ത നിറത്തിലുള്ള സൈക്കിൾ ഏതാണ്? അതെ, മൂന്നാമത്തെ ചിത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരച്ചു നോക്കാം. ഇനിതാ നമ്മൾ കണ്ട ബ്ലൂ ബസ് പാട്ടൊക്കെ പാടി ഇങ്ങനെ റോഡിലൂടെ പോകുന്നുണ്ട്. നോക്കിക്കേ, എന്താണ് ബ്ലൂ ബസ് പറയുന്നത്? ആം എ ബസ്, ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. എന്താണ്? ഐ ആം എ ബസ്, ഞാനൊരു ബസ്സാണ്. ഹോങ് ഹോങ് ബസ്. അപ്പോൾ ഈ ഹോങ് ഹോങ് എന്ന് പറയുന്നത് എന്താണ്? ബസ് ഹോൺ അടിക്കുന്ന ശബ്ദമാണ് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് ഹോങ് ഹോങ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബസ് അങ്ങനെ പാട്ടൊക്കെ പാടി പോവുകയാണ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഏതിലൂടെയാണ് പോകുന്നത്? ഈസ് ഓൺ ദ റോഡ്, റോഡിലൂടെയാണ് പോകുന്നത്. റോഡിന് മുകളിലൂടെയാണ് ഈ ബ്ലൂ ബസ് പോകുന്നത്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് റോഡിന് മുകളിലൂടെയാണ്, റോഡിന് മുകളിലാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ഈസ് ദ ബസ് ഗോയിങ്? അവിടെ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. എന്ത്? വേർ ഈസ് ദ ബസ് ഗോയിങ്? ഈ ബസ് എങ്ങോട്ടാണ് പോകുന്നത്? ടു ദ മാർക്കറ്റ്, മാർക്കറ്റിലേക്കായിരിക്കാം. ടു ദ സ്കൂൾ, സ്കൂളിലേക്കായിരിക്കാം. ടു ദ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിലേക്കായിരിക്കാം. ടു ദ ഷോപ്സ്, ഏതെങ്കിലും ഷോപ്പുകളിലേക്ക്, കടകളിലേക്കായിരിക്കാം. എങ്ങോട്ടും ആയിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇവിടെ താഴെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 6. ഇനി ബിഹൈവിലെ നമ്മുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി 6 ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 6 വായിച്ചു നോക്കൂ. ലെറ്റസ് കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ എന്താണ് മക്കളെ? കംപ്ലീറ്റ് അല്ല, മുഴുവനായിട്ട് തന്നിട്ടില്ല. അതുപോലെ കളറും കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? യൂസിങ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കറുകൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ട്രീസ്, അതുപോലെ സ്റ്റാർസ് വേണമെങ്കിൽ, സണ്ണ് വേണമെങ്കിൽ, മൂൺ വേണമെങ്കിൽ, അതുപോലെ വേറെ എന്തൊക്കെയാണ്, അവിടെ ഒരു റിവർ ഉണ്ടല്ലേ, പുഴയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫിഷ് വേണമെങ്കിൽ, ഡക്ക് വേണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ, വർക്ക് ബുക്കിൽ കുറച്ച് സ്റ്റിക്കർ വാങ്ങിയിട്ട് അത് ഒട്ടിച്ചു കൊടുത്ത് ഈ ആക്ടിവിറ്റി എന്ത് ചെയ്യുക? ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ ആക്ടിവിറ്റി ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ബസ് മാത്രമാണോ? ഓപ്പോസിറ്റ് ഒരു കാറ് വരുന്നുണ്ട്, റെഡ് കാർ വരുന്നുണ്ടല്ലേ. അപ്പോൾ റെഡ് കാർ എന്താ പറയുന്നത്? ആം എ കാർ, ആം എ കാർ, ടൂട്ട് ടൂട്ട് കാർ. ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് കാർ എന്താണ്? കാറിൻ്റെ ഹോണിൻ്റെ ശബ്ദം എങ്ങനെയാണ് മക്കളെ? ടൂട്ട് ടൂട്ട് എന്നാണ് അല്ലേ. അപ്പോൾ കാർ അങ്ങനെ പാടി വരുന്നുണ്ട്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. അതുപോലെ തന്നെയാണ് ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റെഡ് കാർ എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ റോഡ്, റോഡിലാണ് റെഡ് കാർ പോകുന്നത്. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കിക്കേ. വേർ ഈസ് ദ കാർ ഗോയിങ്? കാർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമുക്കറിയില്ല അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ഇനി ഇവിടെ താഴെ നോക്കൂ. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 7. ബിഹൈവിലെ ആക്ടിവിറ്റി 7 എന്താണെന്ന് നോക്കുക. അത് ചെയ്ത് കൊടുക്കാനാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 7. വാട്ട് ആർ ദേ
ടോക്കിംഗ്. ഇവിടെ കുറച്ച് വെഹിക്കിൾസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. 2 വെഹിക്കിൾസ് ആണുള്ളത്. അവരുടെ ഒരു കോൺവെർസേഷൻ, അവർ സംസാരിക്കുന്നതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ് സംസാരിക്കുന്നത്? അത് അവിടെ തന്നിട്ടുണ്ട്, പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ വിട്ടുപോയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവർ സംസാരിക്കുന്നത്, അവരുടെ സംഭാഷണം, അതിനാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുക. ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ വെഹിക്കിൾ പറയുന്നത് നോക്കൂ, ഐ ഹാവ് വീൽസ്. എനിക്ക് വീൽസ് ഉണ്ട്. വീൽ എന്ന് വെച്ചാൽ എന്താ? ചക്രങ്ങൾ. ഓക്കെ, എനിക്ക് ചക്രങ്ങളുണ്ട്. ആ വെഹിക്കിളിന് ചക്രങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഐ ഹാവ് വീൽസ്. എനിക്ക് ഐ ഹാവ് എന്ന് വെച്ചാൽ എനിക്കുണ്ട്. സോ ഐ ഹാവ് വീൽസ് എന്ന് വെച്ചാൽ എനിക്ക് ചക്രങ്ങൾ ഉണ്ട്. രണ്ടാമത്തെ വെഹിക്കിൾ പറയുന്നത് നോക്കൂ, ഐ ടു ഹാവ് വീൽസ്. എനിക്കും ചക്രങ്ങളുണ്ട്. ഐ ടു എന്ന് വെച്ചാൽ TOO. ഐ ടു എന്ന് പറഞ്ഞാൽ എനിക്കും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ യു ടു എന്ന് വെച്ചാൽ നിനക്കും. അപ്പോൾ ടു എന്ന് വെച്ചാൽ രണ്ടാമതൊരാൾ കൂടെ ഉണ്ടെങ്കിൽ ഐ ടു ഹാവ് വീൽസ്. എനിക്കും ചക്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, ഐ ഹാവ് വിങ്സ്. എനിക്ക് വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വെഹിക്കിളിന്, കാറിന് ചിറകുകളുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താ പറയുക? ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ചിറകുകൾ ഇല്ല. ഐ ഹാവ് വിങ്സ് എന്നുള്ളതിൽ ഐ ഹാവ് കഴിഞ്ഞിട്ടൊരു നോ ചേർത്ത് കൊടുത്താൽ എന്തായി? എനിക്ക് ഇല്ല എന്നായി. അപ്പോൾ ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ചിറകുകൾ ഇല്ല. ഇനി കാറ് പറയുന്നത് നോക്കൂ, ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഹോണുണ്ട്. അപ്പോൾ അടുത്ത വെഹിക്കിൾ പറയുന്നു ഡാഷ് നോ ഹോൺ. ഹോൺ ഇല്ല. നോ ഹോൺ എന്ന് വെച്ചാൽ ഹോൺ ഇല്ല എന്നാണ്. അപ്പോൾ ഐ ഹാവ്, എനിക്ക് ഇല്ല. ഐ ഹാവ് നോ ഹോൺ. എനിക്ക് എന്നുള്ളത് നമ്മളെന്താ പറഞ്ഞത്? ഐ ഹാവ്. എനിക്കുണ്ട് എന്നുള്ളതിന് ഐ ഹാവ് എന്നാണ് പറയുക. അപ്പോൾ ഐ ഹാവ് നോ ഹോൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഹോൺ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി തിരിച്ച് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ വരൂ. ഐ ഹാവ് എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. എനിക്കൊരു ഹോണുണ്ട്. എൻ്റെ ഹോൺ എങ്ങനെയാണ്? ഹോങ് 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 എന്നാണ് എന്ത്? ബസ്സിൻ്റെ ഹോൺ അടിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. ഹോങ് ഹോങ് എന്നാണ് ബസ്സിലെ ഹോൺ അടിക്കുന്നത്. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് ഒരു ഹോണുണ്ട്. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിനൊരു ഹോണുണ്ട്. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? അതിൻ്റെ ശബ്ദം എങ്ങനെയാണ്? ഹോങ് ഹോങ് എന്നാണ്. താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഹോണ് മാത്രമേ ഉള്ളൂ? അല്ല അല്ലേ? നോ. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ മറ്റ് പാർട്സുകൾ, ബസ്സിനുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബസ്സിന് എന്തൊക്കെയുണ്ട് മക്കളെ? ഒരു ബസ്സിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും? ഹോൺ മാത്രമാണോ ഉള്ളത്? അല്ല. വീലുണ്ട് അല്ലേ? ചക്രമുണ്ട്, വീൽസ്. ടയറുകളുണ്ട്. പിന്നെയോ ലൈറ്റ് ഉണ്ട് അല്ലേ? ലൈറ്റ് ഉണ്ട്. പിന്നെ ഡോറുണ്ട്. ഇറങ്ങാനും കയറാനുള്ള ഡോറുകളില്ലേ? ഡോറുണ്ട്. പിന്നെ അതുപോലെ സീറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. പിന്നെ മിറർ ഉണ്ടായിരിക്കും. മിറർ എന്ന് വെച്ചാൽ എന്താ? കണ്ണാടി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മിററുണ്ട്. പിന്നെയോ വൈപ്പർ ഉണ്ടായിരിക്കും. വൈപ്പേഴ്സ് ഉണ്ടായിരിക്കും. വൈപ്പർ എന്താ മക്കളെ? മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബസ്സിൻ്റെ മുന്നിലെ മിറർ, കണ്ണാടി തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈപ്പർ കണ്ടിട്ടില്ല നിങ്ങൾ? അപ്പോൾ വൈപ്പർ ഉണ്ടായിരിക്കും. പിന്നെ മോട്ടോർ ഉണ്ടായിരിക്കും അല്ലേ? മോട്ടോർ ഉള്ളതുകൊണ്ടാണ് എന്ത്? ബസ് ഓടുന്നത്. അപ്പോൾ മോട്ടോർ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ബസ്സിനുള്ളത്? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. വിൻഡോ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡോറിൽ തന്നെ നമുക്കതും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മക്കൾ ആലോചിച്ചിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി കാറ് പറയുന്നത് നോക്കൂ. ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ് ഉണ്ട്. വൈറ്റ് ലൈറ്റ്സ്. വെള്ള നിറത്തിലുള്ള ലൈറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ബസ് പറഞ്ഞു എന്ത്? ഐ ഹാവ് ഹോൺ. എനിക്ക് ഹോണുണ്ട്. എങ്ങനെയുള്ള ഹോണായിരുന്നു? ഹോങ് ഹോങ് എന്ന സൗണ്ട് ഉണ്ടാക്കുന്ന ഹോണ്. അപ്പോൾ ഇവിടെ കാറ് പറയുന്നു ഐ ഹാവ് ലൈറ്റ്. എനിക്ക് ലൈറ്റ് ഉണ്ട്. എങ്ങനെയുള്ള ലൈറ്റാണ്? വൈറ്റ് ലൈറ്റ്. വെള്ള നിറത്തിലുള്ള ലൈറ്റുകൾ എനിക്കുണ്ട്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് 2 ലൈറ്റ് ഉണ്ട്. ദേ ആർ വൈറ്റ്. അവ ഏത് കളറിലാണ്? ഏത് നിറത്തിലാണ്? വൈറ്റ്, വെളുത്ത നിറത്തിലാണ്. അപ്പോൾ റെഡ് കാറിൻ്റെ ലൈറ്റിൻ്റെ നിറം എന്താണ്? വൈറ്റ് ആണ്, വെള്ളയാണ്. അത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ദ കാർ ഹാസ് മെനി പാർട്സ്. ക്യാൻ യു നെയിം ദം? കാറിന് അതുപോലെ തന്നെ ഒരുപാട് പാർട്സുകളുണ്ട്. അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാറിനും ബസ്സിനുള്ളതുപോലെ തന്നെയുള്ള പാർട്സുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? വീൽസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. വീൽ എന്ന് വെച്ചാൽ ചക്രം. ലൈറ്റ് നിങ്ങൾക്കറിയാമല്ലോ. ലൈറ്റ് ഉണ്ട്. മിററുണ്ട്, കണ്ണാടിയുണ്ട്, വൈപ്പേഴ്സ് ഉണ്ട്. അതായത് വൈപ്പ്, നമ്മൾ വെള്ളം തുടയ്ക്കുന്ന വൈപ്പേഴ്സ് ഉണ്ട്. ഡോറുണ്ട്, വാതിലുണ്ട്. പിന്നെയോ
മോട്ടോറുണ്ട്, മോട്ടോർ ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഉള്ളത് മക്കളെ? ഹോൺ ഉണ്ടായിരിക്കും അല്ലേ? ഹോണ്, കാറിനും ഹോൺ ഉണ്ടായിരിക്കും. പിന്നെ സീറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് ഇരിക്കാനുള്ള സീറ്റ്. ഇതൊക്കെ എഴുതി കൊടുക്കാം. ഇതിന് താഴെ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗോ ടു ബീഹൈവ് ആക്ടിവിറ്റി 8. ബീഹൈവിലെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി 8 എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. നമുക്കവിടെ താഴെ ഒരു ബസ്സിൻ്റെയും ഒരു കാറിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ബ്ലൂ ബസ്സും റെഡ് കാറുമാണ്. അപ്പോൾ അവയുടെ കുറച്ച് കാര്യങ്ങൾ, അവയ്ക്കുള്ള കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കവിടെ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ആദ്യം ബസ്സിൻ്റേത് നോക്കൂ. ദിസ് ഈസ് എ ഡാഷ് ബസ്. ഇതെങ്ങനെയുള്ള ബസ്സാണ്? ദിസ് ഈസ് എ ബ്ലൂ ബസ് അല്ലേ? നീല നിറത്തിലുള്ള ബസ്സാണ്. ദിസ് ഈസ് എ ബ്ലൂ ബസ്. അടുത്തത് നോക്കൂ. ദിസ് ഈസ് എ ഡാഷ്. ദിസ് ഈസ് എ റെഡ് കാർ. രണ്ടാമത്തേത് റെഡ് കാറാണ്. സോ ദിസ് ഈസ് എ റെഡ് കാർ. ഇനി ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിൽ എന്തുണ്ട്? സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ കാറിലും ഉണ്ട്. അപ്പോൾ ദ കാർ ഹാസ് സീറ്റ്സ്. കാറിനും സീറ്റുകളുണ്ട്. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദ ബസ് ഹാസ് വീൽസ്. ബസ്സിന് എന്തുണ്ട്? വീൽസ് ഉണ്ട്, ടയറുകളുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ദ ബസ് ഹാസ് വീൽസ്. അതുപോലെ തന്നെ ദ കാർ ഹാസ് വീൽസ്. കാറിനും ടയറുകളുണ്ട്. അതെഴുതാം. ഇനി നാലാമത്തെ സെൻറ്റൻസ് എന്തെഴുതാം? ദ ബസ് ഹാസ് ഹോൺ. ബസ്സിനൊരു ഹോൺ ഉണ്ട്. ദ കാർ ഹാസ് ഹോൺ. കാറിനും എന്തുണ്ട്? ഹോണുണ്ട്. അടുത്തത് ദ ബസ് ഹാസ് മിറർ. ബസ്സിൽ എന്തുണ്ട് മക്കളെ? മിറർ ഉണ്ട്, കണ്ണാടിയുണ്ട്. ദ കാർ ഹാസ് മിറർ. കാറിനും എന്തുണ്ട്? കണ്ണാടിയുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെഴുതാം? ദ ബസ് ഹാസ് ഡോർ. ബസ്സിന് ഡോറുണ്ട്. ദ കാർ ഹാസ് ഡോർ. കാറിനും എന്തുണ്ട്? ഡോറുണ്ട്. അല്ലെങ്കിൽ ദ ബസ് ഹാസ് വൈപ്പേഴ്സ്. ബസ്സിന് വൈപ്പേഴ്സ് ഉണ്ട്. ദ കാർ ഹാസ് വൈപ്പേഴ്സ്. കാറിനും വൈപ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് എഴുതി കൊടുക്കാം. ഇനി ബ്ലൂ ബസ് പറയുന്നത് നോക്കിക്കേ മക്കളെ. ഐ റൺ ഫാസ്റ്റ്. ഞാൻ വേഗത്തിൽ ഓടുന്നു. ഫാസ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തിൽ. ഐ റൺ ഫാസ്റ്റ്. റൺ എന്ന് വെച്ചാൽ ഓടുക. അപ്പോൾ ഞാൻ വേഗത്തിൽ ഓടും അല്ലേ? അതാണ് ബസ് പറയുന്നത്. നമുക്കറിയാം ബസ് നല്ല സ്പീഡായിരിക്കും അല്ലേ? ഇനി റെഡ് കാർ പറയുന്നത് എന്താ? മീ ടു. അപ്പോൾ ടു എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനും അല്ലെങ്കിൽ നീയും അവനും അവളും എന്നൊക്കെ നമ്മൾ ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ തന്നെ അതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ടു എന്ന് പറയും അല്ലേ? അപ്പോൾ മീ ടു എന്ന് വെച്ചാൽ ഞാനും. അപ്പോൾ ബസ് ഞാൻ വേഗത്തിൽ ഓടുമെന്ന് പറഞ്ഞപ്പോൾ കാറും പറയണെന്ത്? ഞാനും വേഗത്തിൽ തന്നെ ഓടും. ദ ബസ് റൺ ഫാസ്റ്റ്. ബസ് വേഗത്തിൽ ഓടും. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും അതുപോലെ തന്നെ എന്താണ്? വേഗത്തിൽ ഓടും. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നോക്കിക്കേ. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? കാറും ബസ്സും വേഗത്തിലാണ് ഓടുന്നത്. ഈസ് ഇറ്റ് ഗുഡ്? അത് നല്ലതാണോ? അല്ല അല്ലേ? നോ അല്ല. വേഗത നല്ലതല്ല. മിതമായിട്ടുള്ള രീതിയിൽ എന്താ ചെയ്യാൻ പാടുള്ളൂ? വെഹിക്കിൾസ്, വാഹനങ്ങൾ ഓടിക്കാനായിട്ട് പാടുള്ളൂ. അമിതമായിട്ടുള്ള വേഗത ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും എന്താണ്? കൂടുതലാണ്. ഇനി ബസ്സും കാറും വേഗത്തിൽ, സ്പീഡിൽ, ഫാസ്റ്റിൽ വരികയാണ്. അപ്പോൾ ഫാസ്റ്റിൽ വരുമ്പോൾ അടുത്തെത്തുമ്പോൾ ബസ് ഹോൺ അടിക്കുകയാണ്. ഹോങ് ഹോങ് ഹേ കാർ ഗിവ് വേ. ഹോങ് ഹോങ് ഹോൺ അടിക്കുകയാണ്. ഹേ കാർ ഗിവ് വേ. എനിക്ക് വഴി തരൂ. ഗിവ് വേ. ഗിവ് എന്ന് വെച്ചാൽ തരൂ. വേ വഴി തരൂ. എനിക്ക് വഴി തരൂ എന്ന് പറയുകയാണ്. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. അപ്പോൾ അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, ട്രാഫിക് പോലീസ് ഓഫീസർ. അയാൾ എന്ത് പറഞ്ഞു? സ്റ്റോപ്പ്, നിർത്തൂ എന്ന് പറഞ്ഞു. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് വേഗത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ബസ് നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും എന്തായി? കാറും നിർത്തിയില്ല. ആ ട്രാഫിക് പോലീസ് ഓഫീസറെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അദ്ദേഹം സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. ചുവപ്പ് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് STOP. സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തൂ, നിർത്തുക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. ടൂട്ട് ടൂട്ട് യു മൂവ്. അപ്പോൾ കാർ എന്താ പറയുന്നത്? ബസ് മാറ്, ഗിവ് വേ, എനിക്ക് വഴി തരൂ എന്ന് പറയുമ്പോൾ കാർ എന്താ പറയുന്നത്? യു മൂവ്, നീ മാറ് എന്നാണ് പറയുന്നത് അല്ലേ? രണ്ടുപേരും വേഗത്തിലാണ് വരുന്നത്. രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്യാൻ, നിർത്താൻ തയ്യാറായില്ല. താഴെ നോക്കൂ. വാട്ട് വിൽ ഹാപ്പൻസ് നൗ? ഇനി എന്താ സംഭവിക്കുക? രണ്ടുപേരും വേഗത്തിലാണ് വരുന്നത്. രണ്ടുപേരും വാഹനം നിർത്തിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേരും കൂടെ കൂട്ടിയിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ?
അപ്പോൾ നമുക്ക് കാറിനും ബസ്സിനും ഇനി എന്താ സംഭവിക്കുക എന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 9. ബിഹൈവിലുള്ള നമ്മുടെ വർക്ക് ബുക്കിലുള്ള ആക്ടിവിറ്റി 9 ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ആക്ടിവിറ്റി 9 വാട്ട് ഡു ദേ സേ. നമുക്കിവിടെ ബസ്സിൻ്റെയും കാറിൻ്റെയും അതുപോലെ ട്രാഫിക് പോലീസിൻ്റെയും പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബസ് പറയുന്ന കാര്യം നമുക്ക് അവിടെ ആദ്യം തന്നിട്ടുണ്ട്. ഹേ കാർ ഗിവ് വേ. കാറിനോട് ഗിവ് വേ എന്ന് പറയാനല്ലേ, എനിക്ക് വഴി തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ കാർ എന്താ തിരിച്ചു പറഞ്ഞത്? ഹേ ബസ് യു മൂവ്. നീ മാറൂ എന്നാണല്ലേ പറഞ്ഞത്. ട്രാഫിക് ഉദ്യോഗസ്ഥൻ എന്താ പറഞ്ഞത്? ട്രാഫിക് പോലീസ് രണ്ടുപേരോടും നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോപ്പ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്താനാണ്, വാഹനം നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും എന്താണ്? വാഹനം നിർത്തിയില്ല അല്ലേ. എന്താ സംഭവിച്ചത്? അവിടെ ക്രാഷ് ചെയ്തു അല്ലേ. അവർ രണ്ടുപേരും കൂടെ ഹിറ്റ് ചെയ്തു, ആക്സിഡൻ്റ് ആയി. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പോൾ ഇവിടെ താഴെ 2 ചോദ്യം തന്നിട്ടുണ്ട്, നോക്കിക്കേ. വേർ ഈസ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ എവിടെയാണ്? ഹീ ഈസ് നിയർ ദ കാർ ആൻഡ് ബസ് അല്ലേ. കാറിൻ്റെയും ബസ്സിൻ്റെയും അടുത്തായിട്ട് തന്നെ പോലീസ് ഓഫീസർ ഉണ്ട്. പിന്നെയോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു. ഇനി പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു. ഇനി അദ്ദേഹം എന്താണ് ചെയ്യുക? എന്തായിരിക്കും? ഹി വിൽ ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് ദം അല്ലേ. കാറിൻ്റെയും ബസ്സിൻ്റെയും അകത്തുള്ള ആളുകൾക്കെതിരെ എന്തെടുക്കും? ആക്ഷൻ എടുക്കും, കേസ് എടുക്കും അല്ലേ. അതും അല്ലെങ്കിൽ ഹി വിൽ അഡ്വൈസ് ദം. അവരെ ഉപദേശിച്ചു വിടാനും സാധ്യതയുണ്ട്. സ്പീഡിൽ പോകരുത്, അമിതമായിട്ടുള്ള വേഗത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഔച്ച് മൈ ഹോൺ. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ബസ്സിൻ്റെ ഹോണ് പോയി അല്ലേ. ബസ്സിൻ്റെ ഹോണ് താഴെ വീണു. ഔച്ച് മൈ ഹോൺ, എൻ്റെ ഹോണ് അല്ലേ. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോണ് ഫെൽ ഡൗൺ, താഴേക്ക് വീണു. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. അതുപോലെയോ കാറിൻ്റെ ലൈറ്റും താഴേക്ക് വീണു. ഫെൽ എന്ന് വെച്ചാൽ വീഴുക, ഡൗൺ എന്ന് വെച്ചാൽ താഴെ. അപ്പോൾ താഴേക്ക് വീണു. ബസ്സിൻ്റെ ഹോണും അതുപോലെ കാറിൻ്റെ ലൈറ്റും താഴേക്ക് വീണു. ഓ മൈ ലൈറ്റ്. കാറ് പറയുന്നുണ്ട് എൻ്റെ ലൈറ്റ് എന്നല്ലേ. കാറിൻ്റെ ഒരു ലൈറ്റും ബസ്സിൻ്റെ ഒരു ഹോണും എന്താണ്? താഴേക്ക് വീണിട്ടുണ്ട് അല്ലേ. വാട്ട് ഹാപ്പൻഡ് ടു ദ ബസ്. ബസ്സിന് എന്താ സംഭവിച്ചത്? ഇറ്റ്സ് ഹോൺ ഫെൽ ഡൗൺ. ബസ്സിൻ്റെ ഹോണ് താഴേക്ക് വീണു. വാട്ട് ഹാപ്പൻഡ് ടു ദ കാർ. കാറിന് എന്താ സംഭവിച്ചത്? ഇറ്റ്സ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റ് താഴേക്ക് വീണു. ഇനി ബാക്കി എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി അവിടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 10. ബിഹൈവിലെ ആക്ടിവിറ്റി 10 ചെയ്തു നോക്കാം. ആക്ടിവിറ്റി 10 ലെറ്റസ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. നമുക്ക് താഴെ 4 വെഹിക്കിൾസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത സെൻറ്റൻസുകളും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വിട്ടുപോയ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ച് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ആദ്യത്തേത് ഒരു ജീപ്പാണ്. ജീപ്പിൻ്റെ പ്രത്യേകത എന്താ നോക്കൂ മക്കളെ. ജീപ്പിന് വീലുകളില്ല അല്ലേ, ചക്രമില്ല. അക്കാര്യമാണ് നമുക്കവിടെ എഴുതി തന്നിട്ടുള്ളത്. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ഈ ജീപ്പിന് വീൽസ് ഇല്ല, ടയറുകളില്ല. അപ്പോൾ ദിസ് ജീപ്പ് ഹാസ് വീൽസ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് ജീപ്പിന് വീൽസ് ഉണ്ട്, ടയറുകൾ ഉണ്ട് എന്നാണ് വരിക. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ് എന്ന് പറയുമ്പോൾ നോ എന്ന് കൂട്ടുമ്പോൾ ഇല്ല എന്നാവും. അപ്പോൾ ഈ ജീപ്പിന് ടയറുകളില്ല. രണ്ടാമത്തേത് ലോറിയാണ്. ദിസ് ലോറി ഹാസ് നോ ഡാഷ്. ഈ ലോറിക്ക് എന്തോ ഒന്നില്ല. എന്താണ് ഇല്ലാത്തത്? ചിത്രം നോക്കുമ്പോൾ നമുക്കറിയാം ലോറിക്ക് ലൈറ്റുകളില്ല അല്ലേ. ലൈറ്റിന്റെ സ്ഥാനത്ത് ലൈറ്റുകളില്ല. ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ് എന്നെഴുതാം. മൂന്നാമത്തേത് ദിസ് ഡാഷ് ഹാസ് നോ സീറ്റ്. ആ വെഹിക്കിളിന്റെ പേരാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഈ വെഹിക്കിളിന്, അതേതാ വെഹിക്കിള്? ബൈസിക്കിൾ ആണല്ലേ. ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. ഈ ബൈസിക്കിളിന് സീറ്റ് ഇല്ല. അവസാനത്തെ പിക്ചർ എന്താണ്? ഒരു വാൻ ആണല്ലേ. അപ്പോൾ വാനിന് എന്തോ ഇല്ല എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. വാനിന് എന്താ ഇല്ലാത്തത് മക്കളെ? വാനിന് ഡോറില്ല അല്ലേ. അതിൻ്റെ ഡോറില്ലല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? ദിസ് വാൻ ഹാസ് നോ ഡോർസ്. ഈ വാനിന് ഡോറുകൾ ഇല്ല എന്നെഴുതി കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തേത് ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ജീപ്പിന് വീലുകളില്ല. 2 ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ലോറിക്ക് ലൈറ്റുകളില്ല. 3 ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. സൈക്കിളിന് സീറ്റില്ല. അവസാനത്തേത് ദിസ് വാൻ ഹാസ് നോ ഡോർസ്. വാനിന് ഡോറുകളില്ല. ഇനി നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയത് ഓർക്കുന്നില്ലേ ബസ്സിനും കാറിനും? ഇനി അവരെന്താ പറയുന്നത് നോക്കൂ.
ബസ് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ കാറിനോട് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ തെറ്റ്, ഇത് നിൻ്റെ തെറ്റാണ് എന്ന് ബസ് കാറിനോട് പറയുന്നു. ഇനി കാർ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. കാർ എന്താ പറയുന്നത്? നോ, അല്ല, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ മിസ്റ്റേക്കാണ് എന്നാണ് പറയുന്നത്. ദ ബസ് ഈസ് ആംഗ്രി, ബസ്സിന് എന്ത് വന്നു? ദേഷ്യം വന്നു. ആംഗ്രി എന്ന് വെച്ചാൽ ദേഷ്യം, ബസ് ദേഷ്യത്തിലാണ്, ബസ്സിന് ദേഷ്യം വന്നു. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറും എന്താണ്? ദേഷ്യത്തിലാണ്. ഓൾസോ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ടു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയുള്ള മീനിങ് ആണ് ഓൾസോ. കാറും ദേഷ്യത്തിലാണ്. വൈ ഈസ് ദ ബസ് ആംഗ്രി, എന്തുകൊണ്ടാണ് ബസ്സിന് ദേഷ്യം വന്നത്? ബിക്കോസ് ദ ബസ് ഹോൺ ഫെൽ ഡൗൺ, കാരണം എന്താണ്? ബസ്സിൻ്റെ ഹോൺ താഴെ വീണു, അതുകൊണ്ടാണ് ബസ്സിന് ദേഷ്യം വന്നത്. വൈ ഈസ് ദ കാർ ആംഗ്രി, ഇനി കാർ എന്തിനാ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ബിക്കോസ് ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലൈറ്റ് താഴെ വീണു, അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ആരാ പറയുന്നത്? നമ്മുടെ ട്രാഫിക് പോലീസാണ് പറയുന്നത്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ തെറ്റാണ് എന്ന് ബസ്സിനോട് പറഞ്ഞു. ബസ് പറഞ്ഞു ഐ ആം സോറി സർ, എന്നോട് ക്ഷമിക്കണം, സോറി പറഞ്ഞു അല്ലേ. നമ്മൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? സോറി പറയാറുണ്ട് അല്ലേ. നമ്മൾ ആരുടെയും മേൽ നമ്മൾ തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വേദന വരികയോ സങ്കടം വരികയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പറയണത് എന്ത്? ഐ ആം സോറി സർ എന്ന് പറയണം അല്ലേ. അപ്പോൾ ബസ് പറഞ്ഞു ഐ ആം സോറി സർ. ഇനി ബസ്സിനോട് മാത്രമാണോ ട്രാഫിക് പോലീസ് പറഞ്ഞത് നിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന്? അല്ല, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, കാറിനോടും പറഞ്ഞു ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, നിൻ്റെയും തെറ്റാണ് എന്ന് പറഞ്ഞു. സോറി സർ. അപ്പോൾ കാറും പറഞ്ഞു എന്ത്? അദ്ദേഹത്തോട് ട്രാഫിക് പോലീസിനോട് സോറി പറഞ്ഞു. കാറും സോറി പറഞ്ഞു, ബസ്സും സോറി പറഞ്ഞു. ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്, റോഡിൽ ആരാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? തെറ്റ് ആരാണ്? ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായത്? എന്താണ്? ബസ്സിൻ്റെയും കാറിൻ്റെയും ഭാഗത്ത് തെറ്റുണ്ട് അല്ലേ. രണ്ടുപേരും ഫാസ്റ്റിലായിരുന്നു വന്നത്, അതുകൊണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ, പോലീസ് ഓഫീസർ എന്താണ് പറഞ്ഞത്? എന്താ പോലീസ് ഓഫീസർ പറയുന്നത്? ബോത്ത് ഓഫ് ദം മെയ്ഡ് മിസ്റ്റേക്സ് അല്ലേ. രണ്ടുപേരും എന്താണ്? മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. കാറിനോടും പറഞ്ഞിട്ടുണ്ട്, ബസ്സിനോടും പറഞ്ഞിട്ടുണ്ട് നീ തെറ്റ് ചെയ്തു എന്ന് അല്ലേ. ഇനി നമ്മോട് അതിന് താഴെ ബിഹൈവിൽ ആക്ടിവിറ്റി 11 ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 11. അപ്പോൾ എല്ലാവരും വർക്ക് ബുക്ക് എടുത്ത് ആ ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 11, വാട്ട് വിൽ ദ ഡോഗ് സേ. ഡോഗ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? നായ അല്ലേ. ഇവിടെ നമുക്ക് പിക്ചറിൽ ഒരു ക്യാറ്റ്, ഒരു പൂച്ചയും അതുപോലെ ഒരു ഡോഗ്, ഒരു നായയും ഉണ്ട്. അപ്പോൾ വാട്ട് വിൽ ദ ഡോഗ് സേ, ഡോഗ് എന്തായിരിക്കും പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് കോൺവെർസേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം ക്യാറ്റ് പറയുന്നു എ കപ്പ് ഓഫ് ടീ പ്ലീസ്, ഒരു കപ്പ് ചായ തരൂ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഡോഗ് ടീയുടെ ഒരു കപ്പായിട്ട് ഇങ്ങനെ വരികയാണ്, ടീയുമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് എന്താവുന്നു? ആ ടീ കപ്പ് താഴെ വീണ് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ക്യാറ്റ് പറയുന്നു ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നു അല്ലേ. താഴെ വീണ് പൊട്ടിയപ്പോൾ നിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറയുന്നു, നിൻ്റെ തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ ഡോഗ് എന്ത് പറയും? ഐ ആം സോറി എന്ന് പറയും അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയണം. അപ്പോൾ ആ ഡോഗ് എന്താ പറയുക? ഐ ആം സോറി. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മളുടെ ബസ്സും കാറും എന്ത് മനസ്സിലായി? അവർക്കും എന്ത് മനസ്സിലായി? അവരുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവർ സോറി പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മങ്കി അതിൻ്റെ ബസ്സിൻ്റെ ഹോൺ എടുത്ത് ബസ്സിന് കൊടുക്കുകയാണ്. ഹിയർ ഈസ് യുവർ ഹോൺ, ഇതാ നിങ്ങളുടെ ഹോണ് എന്ന് പറയുന്നു അല്ലേ. താഴെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ഹെൽപ്സ് ദ ബസ്, ബസ്സിനെ സഹായിച്ചത് ആരാണ്? ബസ്സിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? എ മങ്കി, ഒരു മങ്കിയാണല്ലേ സഹായിച്ചത്. ഹൂ ഹെൽപ്സ് ദ കാർ, ഇനി കാറിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഇതാ നോക്കിക്കേ, ഒരു കൗ ആണല്ലേ. ഹിയർ ഈസ് യുവർ ലൈറ്റ്, നിങ്ങളുടെ ലൈറ്റ് ഇതാന്ന് വെച്ച് പറഞ്ഞിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഒരു കൗ, ഒരു പശുവാണ്. അപ്പോൾ ബസ്സിനെ സഹായിച്ചത് ഒരു മങ്കിയാണ്, കാറിനെ ഹെൽപ്പ് ചെയ്തത് ഒരു കൗ ആണ്. ദ ഹോൺ ഈസ് റെഡി, ഹോണ് റെഡിയായി, അതായത് ബസ്സിൻ്റെ ഹോൺ റെഡിയായി. ദ ലൈറ്റ് ഈസ് റെഡി, കാറിൻ്റെ ലൈറ്റും റെഡിയായി. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി, ബസ്സും കാറും എന്താണ്? വളരെയധികം ഹാപ്പിയായി, സന്തോഷത്തിലായി, അവർക്ക് സന്തോഷമായി. അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനോടൊക്കെ കാറും ബസ്സും താങ്ക്സ് പറഞ്ഞു പോവുകയാണ്. താങ്ക് യു സർ. കണ്ടോ, അവിടെ ഒരു കൗ ഉണ്ട്, മങ്കിയുണ്ട്, പിന്നെ ഡക്കുണ്ട്, ഫോക്സ് ഉണ്ട്, കുറേ റാറ്റുകളുണ്ട് അല്ലേ. കൗ എന്ന് വെച്ചാൽ പശു, മങ്കി എന്ന് വെച്ചാൽ കുരങ്ങൻ, ഡക്ക് എന്ന് വെച്ചാൽ എന്താ? താറാവ്, പിന്നെ ഫോക്സ് എന്ന് വെച്ചാൽ കുറുക്കൻ, റാറ്റ് എലി.
ബസ്സിനോടും കാറിനോടും നമ്മളുടെ എന്താണ് ട്രാഫിക് പോലീസ് എന്താ പറയുന്നത്? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്, റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആവർത്തിക്കുക. നമ്മൾ ചെയ്ത കാര്യം തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതിനെയാണ് റിപ്പീറ്റ് എന്ന് പറയാം. സോ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇനി ഒരിക്കലും അത് ആവർത്തിക്കരുത്. എന്താണ് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത്? ഒരിക്കലും ഫാസ്റ്റായിട്ട് വേഗത്തിൽ വാഹനം ഓടിക്കരുത് എന്ന് പറയുന്നു. ബൈ സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ്സും പോകുന്നു. ക്വസ്റ്റ്യൻ നോക്കൂ താഴെ. വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? ഇനി അവർ ഫാസ്റ്റിൽ പോകുമോ? അവർ സ്പീഡിൽ പോകുമോ? ഇല്ല അല്ലേ? നോ, അവർ ഇനി സ്പീഡിൽ പോവില്ല. അവർ സ്ലോ ആയേ പോവുകയുള്ളൂ. ഫാസ്റ്റ് എന്ന് വെച്ചാൽ സ്പീഡ്, വേഗത. സ്ലോ എന്ന് വെച്ചാൽ പതുക്കെ. അപ്പോൾ അവർ ഇനി പതുക്കെയേ പോവുകയുള്ളൂ. ഇനി അവിടെ നമുക്കൊരു ചെറിയ റൈമ് തന്നിട്ടുണ്ട്, ചെറിയൊരു പോയം തന്നിട്ടുണ്ട് അല്ലേ? നോക്കിക്കേ. ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്. ട്രീ എന്ന് വെച്ചാൽ എന്താണ്? മരം അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ട്രീസ്. ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച. പച്ചമരങ്ങളെ, പച്ചമരങ്ങളെ. യു ആർ സോ നൈസ്. നിങ്ങളെന്താണ്? നല്ലവരാണ്. നിങ്ങൾ വളരെ നൈസാണ്. ഐ ആം സോ ഹാപ്പി. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ടു സീ യു ഓൾ. എന്തിനാ സന്തോഷിക്കുന്നത്? ടു സീ യു ഓൾ. നിങ്ങളെല്ലാവരും കാണാനായതിൽ സന്തോഷവാനാണ്. ബ്ലൂ ബേർഡ്സ്, ബ്ലൂ ബേർഡ്സ്. ഇനി ആരോടാ പറയുന്നത്? ബ്ലൂ ബേർഡ്സിനോട്. ബേർഡ് എന്ന് വെച്ചാൽ പക്ഷി അല്ലെങ്കിൽ കിളി. ബ്ലൂ ബേർഡ്സ് എന്ന് പറയുമ്പോൾ നീല പക്ഷികൾ, നീലക്കിളികൾ. യു ആർ സോ നൈസ്. അവരും എന്താണ്? നിങ്ങളും നല്ലവരാണ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെല്ലാവരും കാണാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കണ്ടോ? പാട്ട് കേട്ടോ മക്കളെ? ഇത് നല്ല താളത്തിലൊക്കെ ചൊല്ലി നോക്കുക. ഇനി നമ്മോട് ഒരു ആക്ടിവിറ്റി കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 12. ബിഹൈവിലെ ആക്ടിവിറ്റി 12 ആണ് ഇനി ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 12, ആഡ് എ ലൈൻ ടു ദ സോങ്. നമ്മളിപ്പോൾ ഒരു സോങ് പഠിച്ചില്ലേ? ആ സോങ്ങിലേക്ക് നിങ്ങളുടെ വകയായിട്ടൊരു ലൈന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഒരു ലൈൻ ആഡ് ചെയ്താൽ പോരാ, നമുക്ക് ഏത് രീതിയിലാണോ യോജിക്കുന്ന വരികൾ തന്നെ കൊടുക്കണം. നോക്കിക്കേ. ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്. യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ബ്ലൂ ബേർഡ്സ്, ബ്ലൂ ബേർഡ്സ്. യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഇനി അവിടെ ഒരു ലൈന് നമുക്ക് വിട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്, അതുപോലെ ബ്ലൂ ബേർഡ്സ്, ബ്ലൂ ബേർഡ്സ്. ആ രണ്ട് വരികൾ പോലെ തന്നെ, ആ രണ്ട് ലൈൻസ് പോലെ തന്നെയുള്ള ഒരു ലൈനാണ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുക്കാം? റെഡ് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ്. യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ എന്ന് കൊടുത്തൂടെ? റെഡ് ഫ്ലവേഴ്സ്. ഫ്ലവർ എന്ന് വെച്ചാൽ എന്താ? പൂവ് അല്ലേ? റെഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ചുവന്ന പൂവ്, റെഡ് ചുവന്ന പൂക്കൾ. അപ്പോൾ റെഡ് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ്. യു ആർ സോ നൈസ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ എന്നുള്ള ലൈന് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അടുത്തത് നോക്കൂ. വേർഡ്സ് ഐ ക്യാൻ റീഡ്. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ വേർഡ്സ് യു ക്യാൻ റീഡ്. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന വാക്കുകൾക്ക് ചുറ്റുമായിട്ടൊരു സർക്കിൾ ചെയ്ത് കൊടുക്കാൻ, വട്ടം വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ വേർഡ്സും വായിക്കാൻ കഴിയണം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഏതൊക്കെ വേർഡ്സ് വായിക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കാം. നോക്കിക്കേ. ആദ്യത്തേത് BUS, ബസ്. രണ്ടാമത്തേത് ROAD, റോഡ്. 3 COW, കൗ. HORN, ഹോൺ. FAST, ഫാസ്റ്റ്. READY, റെഡി. MOVE, മൂവ്. VAN, വാൻ. STOP, സ്റ്റോപ്പ്. LIGHT, ലൈറ്റ്. SORRY, സോറി. JEEP, ജീപ്പ്. CRASH, ക്രാഷ്. LORRY, ലോറി. SING, സിങ്. POLICE, പോലീസ്. BELL, ബെൽ. RUN, റൺ. TYRE, ടയർ. THREE, ത്രീ. RED, റെഡ്. BLACK, ബ്ലാക്ക്. BLUE, ബ്ലൂ. WHITE, വൈറ്റ്. ONE, വൺ. WHEEL, വീൽ. COLOUR, കളർ. MISTAKE, മിസ്റ്റേക്ക്. PINK, പിങ്ക്. SLOW, സ്ലോ. ഇത്രയും വേർഡ്സ് നിങ്ങൾ ശരിക്കും പഠിക്കുക. നോക്കിയ സ്പെല്ലിംഗ് വൈസ് തന്നെ പഠിക്കുക. ടീച്ചർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നോക്കൂ.
ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിലെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾ. ഈ കഥയിലുള്ള ആളുകൾ ആരൊക്കെയാണെന്നാണ്. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിൽ ഉള്ള ക്യാരക്ടേഴ്സിന് നേരെ ഒരു ടിക്ക് മാർക്ക്, ശരി അടയാളം കൊടുക്കണം. അപ്പോൾ നോക്കാം. ബസ്സുണ്ട് അല്ലേ, കാറുണ്ട്, ബെയർ എന്ന് വെച്ചാൽ കരടിയാണ്. അപ്പോൾ നമ്മുടെ ഈ കഥയിൽ നമ്മൾ കരടിയെ പരിചയപ്പെട്ടിട്ടില്ല അല്ലേ, അതുകൊണ്ട് ടിക്കിടേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് മങ്കിയാണ്. മങ്കിയെ നമ്മൾ കണ്ടു അല്ലേ, മങ്കിയല്ലേ ബസ്സിൻ്റെ ഹോണ് എടുത്തു കൊടുത്ത് ശരിയാക്കുന്നത്. അപ്പോൾ മങ്കിക്ക് ടിക്കറ്റ് കൊടുക്കാം. പോലീസ് ഓഫീസർ ഉണ്ട് അല്ലേ. സ്റ്റോപ്പ് എന്ന് പറയുന്നതും ദിസ് ഇസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറയുന്നതും എല്ലാം എന്താണ്, പോലീസ് ഓഫീസറായിരുന്നു, ട്രാഫിക് പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ജീപ്പ് ഉണ്ടോ മക്കളെ? ഇല്ല, ജീപ്പില്ല. ഇവിടെ ബസ്സും കാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ജീപ്പില്ല. അടുത്തത് ക്രോ ഉണ്ടോ? കാക്കയെ കണ്ടിട്ടില്ല അല്ലേ. ഗോട്ട് എന്ന് വെച്ചാൽ ആടിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആടും ഈ കഥയിലില്ല. അടുത്തത് കൗ ഉണ്ട് അല്ലേ. കൗവാണ് നമ്മളുടെ കാറിൻ്റെ ലൈറ്റ് ശരിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൗവിന് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. അടുത്തത് മൗസ് ഉണ്ടോ മക്കളെ? എലിയെ നിങ്ങൾക്ക് അവിടെ ചിത്രങ്ങളിൽ അവസാനമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്, താഴെയായിട്ട് അല്ലേ. നമ്മുടെ എല്ലാ കഥയുടെയും ചിത്രത്തിന് താഴെയായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ കഥയിലെ കഥാപാത്രമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടിക്ക് മാർക്ക് ഇടേണ്ടതായിട്ടില്ല. പിന്നെ ഡോഗും ഇല്ല. ക്യാറ്റ് പൂച്ചയില്ല. ഹെന്നിനെയും നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ കഥയിലെ കഥാപാത്രമല്ല, അതുകൊണ്ട് നമുക്ക് ടിക്ക് മാർക്ക് ഇടേണ്ട. ഡക്ക് താറാവുണ്ടോ? ഇല്ല. പിന്നെ റാബിറ്റ് മുയലുണ്ടോ? അതുമില്ല. പാരറ്റ് ഉണ്ടോ? തത്തയും ഇല്ല അല്ലേ. അപ്പോൾ അതിനും ടിക്കിടേണ്ട. ഇനി അടുത്തതായി നമുക്ക് റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹോങ് ടൂട്ട് എന്നുള്ള ഈ സ്റ്റോറി വായിച്ചപ്പോൾ നമ്മൾ മെയിനായിട്ട് വായിച്ചത് എന്താണ്, നമ്മളുടെ ബ്ലൂ ബസ്സിൻ്റെയും റെഡ് കാറിൻ്റെയും സംഭവമാണ് അല്ലേ. അപ്പോൾ ആ ഓരോ പോർഷനിലും നമുക്ക് അതിന് താഴെയായിട്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്കതൊരു സ്റ്റോറിയായിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ആ സ്റ്റോറിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ സ്റ്റോറിയുടെ പേര്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇനി അത് ആവർത്തിക്കരുത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് എവിടെയെങ്കിലും കേട്ടോർമ്മയുണ്ടോ? നമ്മളുടെ പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന്. കാറും ബസ്സും കൂട്ടിയിടിച്ചപ്പോൾ അവരോട് പറഞ്ഞിരുന്നു എന്ത്, ഇനി സ്പീഡിൽ പോകരുത്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട അതേ തലക്കെട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ഈ സ്റ്റോറിയും വരുന്നത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ആവർത്തിക്കരുത്. ഇവിടെ ആരൊക്കെ കാണാം മക്കളെ? ഒരു ഹെന്നുണ്ട്, ഒരു കൊക്കുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ പിടക്കോഴി, മുട്ടയിടുന്ന കോഴിയാണ് ഹെന്ന്. കോക്ക് എന്ന് വെച്ചാലോ പൂവൻ കോഴി, മുട്ടയിടാത്ത ആൺകോഴി, കൂവുന്ന കോഴികളാണ് എന്ത്, കോക്ക്. അപ്പോൾ ഹെന്നിൻ്റെ കയ്യിലൊരു മുട്ടയുണ്ട്, ഒരു എഗ്ഗ് ഉണ്ട്. അപ്പോൾ എന്താ സ്റ്റോറി വരുന്നതെന്ന് നോക്കാം. ഒരു ദിവസം നമ്മുടെ ഹെന്ന് മുട്ടയിട്ടു, പൂവൻ കോഴി ഒരു മുട്ടയിട്ടു. ഇത് ആര് കണ്ടു? ഒരു ബൈനോക്കുലറൊക്കെ വെച്ചിട്ട്, അതായത് ദൂരെയുള്ള ദൃശ്യങ്ങൾ, ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അടുത്ത് ആയി തോന്നുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്രമാണ് എന്ത്, ബൈനോക്കുലർ. അത് വെച്ചിട്ട് ആര് നോക്കുന്നുണ്ട്? ഒരു മൗസ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റാറ്റ് നോക്കുന്നുണ്ട്, എലി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പിടക്കോഴി അവിടെ മുട്ടയ്ക്ക് അടയിരിക്കുകയാണ്. പൂവൻകോഴി അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ എന്ത് ചെയ്യുന്നു, പോകുന്നു. നമ്മളുടെ പിടക്കോഴി കുറച്ച് സമയം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ അടയിരുന്നിടത്ത് നിന്ന് അതിന് ഭക്ഷണം കഴിക്കാനോ എന്തിനോ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴാണ് നമ്മളുടെ എലി വന്നത്. എന്തിനാണ് എലി വരുന്നത്? മുട്ട എടുക്കാൻ എലി വരികയാണ്, മൗസ് വരികയാണ്. മൗസ് വരുമ്പോൾ കോഴി പറന്ന് വരുന്നു. ഓ നോ, അരുത്, പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെന്ന് പറന്ന് വരുന്നു. പക്ഷേ എഗ്ഗ് ആരുടെ കയ്യിലാണ്? മൗസിൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലേ, എലിയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ എന്ത് പറയുന്നു ഹെന്ന്? ഹേ സ്റ്റോപ്പ്, അവിടെ നിൽക്ക് എന്ന് പറയുന്നു. പക്ഷേ മൗസ് നിൽക്കുന്നുണ്ടോ? ഇല്ല, മൗസ് നിൽക്കുന്നില്ല. ആ എഗ്ഗുമായിട്ട് മൗസ് പോവുകയാണ്. അങ്ങനെ എഗ്ഗുമായി നമ്മുടെ മൗസ് പോകുന്ന സമയത്താണ് റോഡിൽ ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഏത് ആക്സിഡൻറ്റ്? നമ്മളുടെ ബ്ലൂ ബസ്സും റെഡ് കാറും കൂടെ കൂട്ടിയിടിക്കുന്നു അല്ലേ. അപ്പോൾ റെഡ് കാറിൻ്റെ ലൈറ്റും പോവും, അതുപോലെ ബ്ലൂ ബസ്സിൻ്റെ ഹോണും പോകുന്നു അല്ലേ. അതിൽ തെറിച്ചു പോയ റെഡ് കാറിൻ്റെ ലൈറ്റാണ് എവിടെ വന്നാൽ പതിക്കുന്നത്? നമ്മളുടെ മൗസിൻ്റെ തലയിലേക്ക് വന്നാണ് ആ ലൈറ്റ് വീഴുന്നത്. അപ്പോൾ തലയിലേക്ക് വന്ന ആ ലൈറ്റ് വീഴുമ്പോൾ മൗസ് എന്താവുന്നു? ഔച്ച്, വേദന കൊണ്ടെന്ന് പറയുന്നു. ഔച്ച്,
ഔച്ച് എന്ന് പറയുന്നു. വേദനിച്ചിട്ട് ഔച്ച് എന്ന് പറയുന്നു. നമ്മളുടെ തലയിലേക്കോ കാലിലേക്കോ എന്തെങ്കിലും പെട്ടെന്ന് ഭാരമുള്ളത് എന്തെങ്കിലും വന്ന് വീഴുമ്പോൾ നമ്മൾ വേദനിച്ചിട്ട് എന്ത് പറയും? അയ്യോ അല്ലെങ്കിൽ അമ്മേ എന്ന് പറയും അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ഔച്ച് എന്ന് പറയുന്നു. അപ്പോൾ അതുമാത്രമല്ല, മൗസിൻ്റെ കയ്യിലുണ്ടായിരുന്ന എഗ്ഗ് താഴെ പോകുന്നു, പറന്നു പോവുകയാണ്. അത് കയ്യിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോവുകയാണ്. അപ്പോൾ ഓ മൈ എഗ്, ഹെന്ന് എന്ത് പറയുന്നു? അയ്യോ എൻ്റെ മുട്ട എന്ന് പറഞ്ഞിട്ട് അത് പിടിക്കാനായിട്ട് പോകുന്നു. അത് ഹെന്നിൻ്റെ കയ്യിൽ തന്നെ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ കോക്ക് സംഭവം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഹെന്നിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, ഇസ് ഇറ്റ് ഓക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ, മുട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുന്നു. ഹെന്നിൻ്റെ കയ്യിൽ തന്നെ വന്ന് കിട്ടിയതുകൊണ്ട് എന്താണ്? മുട്ടയ്ക്ക് കുഴപ്പമൊന്നും പറ്റുന്നില്ല. താഴെ വീഴുകയാണെങ്കിലോ മുട്ട പൊട്ടി പോകുമായിരുന്നു അല്ലേ? അപ്പോൾ കുഴപ്പമൊന്നും പറ്റുന്നില്ല. മൗസിൻ്റെ തലയിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ വേദനിച്ചിട്ട് കരയുന്നത് കണ്ടിട്ട് ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ വരികയാണ്. കം വാ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹെന്ന് കോക്കിനോട് എന്ത് പറയുന്നു? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, നിൻ്റെ തെറ്റാണ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. കാരണം എന്താ? നമ്മളുടെ പിടക്കോഴി ഹെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത്, ഇരുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ പൂവൻകോഴിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, ഒന്ന് ശ്രദ്ധിക്കാൻ, മുട്ട ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കാതെ പുറത്തേക്ക് പോയത് കോക്കാണ്. അപ്പോൾ കോക്കിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, നിൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയുന്നു. അത് കോക്കിന് മനസ്സിലാവുന്നു. കോക്ക് എന്ത് പറയുന്നു? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം, ഐ ആം സോറി എന്ന് പറയുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ എന്ത് പറയുന്നു? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്, പറഞ്ഞത് അനുസരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കഥയുടെ മോറൽ? നമ്മൾ പറഞ്ഞത് അനുസരിക്കണം അല്ലേ? ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. മുതിർന്നവർ പറഞ്ഞാൽ പ്രത്യേകിച്ചും അനുസരിക്കണം. അപ്പോൾ അതാണ് ഈ കഥയുടെ മോറൽ എന്ന് പറയുന്നത്. ഇനി അതിന് തൊട്ട് താഴെ നിങ്ങൾക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വേർ ഈസ് ദ എഗ്? എവിടെയാണ് മുട്ട? ഡ്രോ ഇറ്റ് ഇൻ ദ സ്യൂട്ടബിൾ പ്ലേസ്. കറക്റ്റ് പ്ലേസിൽ അത് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഹെന്ന് പാറി പോകുന്ന, അവിടെ നിന്ന് നടന്നു പോകുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ എഗ്ഗ് എവിടെയായിരുന്നു? അതാ ഇവിടെ ഈ പുല്ലിലായിരുന്നു അല്ലേ എഗ്ഗ്. അപ്പോൾ അത് വരച്ചു കൊടുക്കുക. രണ്ടാമത്തത് ഹെന്നും കോക്കും തമ്മിലുള്ള കോൺവെർസേഷനാണ്. കോക്ക് ഹെന്നിനോട് ചോദിക്കാൻ എന്ത്? ഇസ് ഇറ്റ് ഓക്കെ? മുട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനാണ് അല്ലേ? അപ്പോൾ എവിടെയായിരുന്നു എഗ്ഗ് ഉണ്ടായിരുന്നത്? നമ്മളുടെ ഹെന്നിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇതുപോലെ അവിടെ വരച്ചു കൊടുക്കാം. മൂന്നാമത്തേത് എന്താണ്? ഹെന്ന് കോക്കിനോട് പറയുന്നതാണ് നിൻ്റെ മിസ്റ്റേക്കാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ് അല്ലേ? അപ്പോൾ അവിടെയും ഹെന്നിൻ്റെ കയ്യിലാണ് മുട്ട, അത് നമുക്കവിടെ വരച്ചു കൊടുക്കാം. അവസാനത്തെ സിറ്റുവേഷനിൽ നമ്മളുടെ മൗസ് എന്താണ്? മൗസ് എഗ്ഗുമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ അത്? അവിടെ മൗസിൻ്റെ കയ്യിലാണ് എഗ്ഗ് വരുന്നത്. അപ്പോൾ നമുക്ക് എഗ്ഗ് മൗസിൻ്റെ കയ്യിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പിക്ചേഴ്സിൽ നമ്മൾ എഗ്ഗ് എന്ത് ചെയ്യേണ്ടത്? വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗം മുഴുവനായിട്ടും അതുപോലെ തന്നെ ബിഹൈവിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മക്കൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, 1ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസുമായിട്ട് നമുക്ക് വൈകാതെ വരുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്